നമുക്കിന്ന് കാളാൻ തയ്യാറാക്കിയാലോ. മഷ്റൂം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെക്കുക, മാറ്റി വെക്കുക. ഇനി വേണ്ടത് ക്യാബേജാണ്. ക്യാബേജും ഇതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് കട്ട് ചെയ്ത മഷ്റൂം നല്ല തിളക്കുന്ന ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് നല്ലോണം കഴുകിയെടുക്കുക. ഒരു ബൗളെടുത്തിട്ട് അതിനകത്തേക്ക് ക്യാബേജും കഴുകി മാറ്റി വെച്ചിട്ടുള്ള മഷ്റൂമും പിന്നെയുള്ള പൊടികൾ കോൺഫ്ലവർ, മൈദപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളമില്ലാണ്ട് തന്നെ നമുക്കിത് ആവശ്യമായിട്ടുള്ള രീതിയിൽ കുഴഞ്ഞ് കിട്ടും. ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ ഒരു തക്കാളി നല്ലോണം ചെറുതായി ചോപ്പ് ചെയ്യുക. ഒരു ഉള്ളി നല്ലോണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇനി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിനകത്തേക്ക് ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ചെറിയ ബോൾസ് പോലെ ആക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. രണ്ട് സൈഡും നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഞാൻ 2 ബാച്ചായിട്ട് ഞാനിവിടെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ തന്നെ ചെറിയ ബോൾസ് ചായൻ്റെ ഒപ്പരെല്ലാം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ കാളാൻ പോലെ ഇനി ഗ്രേവി ആക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ഉള്ളിയാണ് വേണ്ടത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാകുമ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇനി ഇതിനകത്തേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സായി വരുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചത് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് തിളക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ഗ്രേവി കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് വരും. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെച്ച് കുറച്ച് മല്ലിയിലയെല്ലാം ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം.